പുനലൂർ KSRTC ഡിപ്പോയിൽ ജലവിതരണം മുടങ്ങി 2 ദിവസമായിട്ടും തകരാർ പരിഹരിക്കാതെ വാട്ടർ അതോറിറ്റി. പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടാകാത്തതിനെ തുടർന്ന് പ്രതിഷേധവുമായി ചൊവ്വാഴ്ച KSRTC ജീവനക്കാർ പുനലൂർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി. ഡിപ്പോയിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം മുടങ്ങിയതിലെ 2 ദിവസമായി ജീവനക്കാർ ദുരിതത്തിലായിരുന്നു. മറ്റ് ഡിപ്പോയിൽ നിന്നും എത്തുന്ന ജീവനക്കാർക്കുൾപ്പെടെ ശുചിമുറി ഉപയോഗിച്ച് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടത്താത്ത സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. സാറേ, അതർ ഡിപ്പോയിൽ നിന്ന് വരുന്ന കണ്ടക്ടേഴ്സ് ബാത്റൂമിൽ പോകാൻ കയറി വന്നാൽ വെള്ളമില്ല, പ്രാഥമിക ആവശ്യങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളുമില്ല. പിന്നെ അതുപോലെ ലോങ് ഓട്ടം പോയിട്ട് വരുന്ന കണ്ടക്ടേഴ്സ് ഡ്രൈവർമാർക്കും ബുദ്ധിമുട്ടാണ്. അതുപോലെ ഓഫീസിലുള്ളവർക്ക് ഇത് 2 ദിവസം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അവരുടെ ആ ഒരു ദുരിതവും കഷ്ടപ്പാടും അത് ഭയങ്കരം തന്നെ അനുഭവിച്ചറിയുന്നവർക്കേ അതിൻ്റെ ആ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് വെള്ളം തരാൻ അനുവദിക്കണം. എത്ര ദിവസമായി? ഇന്ന് 2 ദിവസമായി. 2 ദിവസം കൊണ്ട് തീർത്തും വെള്ളമില്ല. പരാതി ഇവർ പറഞ്ഞ ആരാണ്ട് സാമൂഹിക വിരുദ്ധർ അത് ഒടിച്ചു കളയുക, എന്നിട്ട് ടാപ്പ് വെച്ച് അടച്ചിട്ട് പോകുക എന്നൊക്കെയാണ് പറയുന്നത്. ഇതിപ്പം KSRTCയിൽ സെക്യൂരിറ്റികളില്ലല്ലോ, അതിൻ്റെ ഒരു അപാകതയും കൂടെ ഉണ്ട്. ജലവിതരണം മുടങ്ങിയപ്പോൾ തന്നെ ഡിപ്പോയിൽ നിന്നും വാട്ടർ അതോറിറ്റിയിൽ വിവരം അറിയിച്ചെങ്കിലും തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. ഇതിനെ തുടർന്നാണ് ജീവനക്കാർ നേരിട്ട് വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പരാതി പറഞ്ഞത്. ഇന്നലെ തൊട്ടേ വെള്ളമില്ലായിരുന്നു. ഇന്നലെ ഇപ്പോൾ അവർ പണിഞ്ഞ് ഇടയ്ക്ക് ചെന്നാണ്ട് റിപ്പയർ ചെയ്ത് ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് പിന്നെ വെള്ളമില്ല. ഏതോ സാമൂഹിക വിരുദ്ധനെ കണ്ട് അവിടെ പൈപ്പ് കണ്ട് പൊട്ടിച്ചതാണ്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് വിളിച്ച് പറഞ്ഞായിരുന്നു വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. വിളിച്ച് പറഞ്ഞിട്ടും വെള്ളം വന്നിട്ടില്ല. അപ്പോൾ അത് അരമണിക്കൂറിനകത്ത് വരാമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം വന്നിട്ടില്ല. അവർ വന്ന് നോക്കാൻ ജസ്റ്റ് എന്താ സംഭവിച്ചെന്ന് ഒന്നും അത് ചെയ്തില്ല. ബഹുമാനപ്പെട്ട ATO അല്ല 2-3 പ്രാവശ്യം ഇവിടെ വിളിച്ചായിരുന്നു. വന്ന് നോക്കിയെങ്കിലേ നമ്മളെ പൈപ്പിനാണോ അതോ വേറെ വല്ല പൈപ്പിനാണോ കംപ്ലൈൻറ്റ് എന്ന് അറിയാൻ പറ്റും. ഇപ്പം ഞങ്ങൾ അതുകൊണ്ട് ജീവനക്കാർ മൊത്തം കണ്ട ഗ്യാരേജിലെ ജീവനക്കാർ സാറിന് ഒന്ന് നോക്കി തന്നെ അറിയാൻ പറ്റും. ഗ്യാരേജിലെ ജീവനക്കാർ മൊത്തം കൈ പോലും കഴുകാതെ നിൽക്കുക. അവർ ആരും പോലും കഴിച്ചില്ല. ഉച്ചനേരമായി ആരും പോലും കഴിക്കാതെ വന്ന് നിൽക്കുക അവർ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മൊത്തത്തിൽ പോരുന്നതാണ്. വനിതാ കണ്ടക്ടർമാർ ഇടയ്ക്ക് വെച്ച് ഡ്യൂട്ടി നിർത്തി വയ്യെന്ന് പറഞ്ഞ് പോയ ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ മൂത്രം ഒഴിക്കുമ്പോഴും വേറെ ഒന്നിനും പറ്റാത്ത വെള്ളമില്ല, ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവരും ഇവിടെ പോരുന്നത്. നമുക്ക് എന്തായാലും അല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന അവർ കൂടെ ആളിനെ വിടാമെന്ന് പറഞ്ഞേക്കുക. കൂടെ ആൾ വരുന്നവരെ ഞങ്ങൾ ഇവിടെ നിൽക്കുക. മൊത്തം ജീവനക്കാരുണ്ട് ഇവിടെ? മൊത്തം 350 ജീവനക്കാരുണ്ട്. പിന്നെ വന്ന് പോകുന്നവർ എല്ലാം വന്ന് പോകുന്നവരുമാണ്. പിന്നെ അല്ലാതെ റൂമിൽ കിടക്കുന്നതുണ്ട്, പോകുന്ന വണ്ടിയിൽ ആൾക്കാർ ഇവിടെ കിടക്കുന്ന ജീവനക്കാരും ഉണ്ട് നമുക്ക്. തുടർന്ന് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ജീവനക്കാരെത്തി തകരാർ പരിഹരിച്ച് ജലവിതരണം പുനഃസ്ഥാപിച്ചു. ഡിപ്പോയിലേക്ക് ജലവിതരണം നടത്തുന്ന പൈപ്പുകൾ നിരന്തരം സാമൂഹ്യ വിരുദ്ധർ തകർക്കുന്നതാണ് ജലവിതരണം തടസ്സപ്പെടാൻ കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.